ഒരു ദ്വീപിലെ അതീവ സുരക്ഷിതമായ ലൈറ്റ് ഹൗസിനുള്ളിൽ നിന്നും 3 മനുഷ്യർ ഒരൊറ്റ രാത്രി കൊണ്ട് വായുവിൽ അലിഞ്ഞു പോയതുപോലെ അപ്രത്യക്ഷമായാൽ എങ്ങനെയിരിക്കും? അതാണ് ഫ്ലാനൻ ഐലൻഡ് മിസ്റ്ററി. 1900 ഡിസംബർ 15-നാണ് സ്കോട്ട്ലാൻഡിന്റെ തീരത്തുള്ള ഫ്ലാനൻ ദ്വീപിലെ ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കുന്നില്ലെന്ന് ഒരു കപ്പൽ ജീവനക്കാർ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ഡിസംബർ 26-ന് ഹെസ്പെറസ് എന്ന റിലീഫ് കപ്പൽ അവിടെയുള്ള ജീവനക്കാരായ ജെയിംസ് ഡ്യൂക്കറ്റ്, തോമസ് മാർഷൽ, ഡൊണാൾഡ് മക്കാർത്തർ എന്നിവരെ അന്വേഷിച്ച് ആ ദ്വീപിലെത്തി. എന്നാൽ അവരെ സ്വീകരിക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ലൈറ്റ് ഹൗസിന്റെ മുൻവാതിൽ പൂട്ടിയ നിലയിലായിരുന്നു. അകത്ത് മേശപ്പുറത്ത് പകുതി കഴിച്ച ആഹാരമുണ്ടെന്ന രീതിയിലുള്ള കഥകൾ പ്രചരിച്ചെങ്കിലും അവയെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. വസ്ത്രങ്ങൾ ഉള്ളിലിരുന്നിട്ടും അവരെങ്ങനെ പുറത്തുപോയി എന്നത് വലിയ ചോദ്യമായി. ആ ദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്ത് വൻ കൊടുങ്കാറ്റിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഉപകരണങ്ങൾ സുരക്ഷിതമാക്കാൻ നോക്കുന്നതിനിടയിൽ ഭീമാകാരമായ രാക്ഷസ തിരമാലകൾ വന്ന് മൂവരെയും കടലിലേക്ക് വലിച്ചെറിഞ്ഞതാകാം എന്നാണ് ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ട്. എങ്കിലും അവരുടെ മൃതദേഹങ്ങൾ ഇന്നും കിട്ടിയിട്ടില്ല. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ 3 മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇത്തരം അൺസോൾവ്ഡ് മിസ്റ്ററികൾക്കായി ബിയോണ്ട് ദി അബിസ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.